ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷും കിളിക്കൂട്ടിലുള്ള എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോയ സമയം നോക്കി നീതുവിന്റെ വിവാഹം നടത്താനായി ശ്രമിക്കുകയാണ് അഖിലും വീട്ടുകാരും. അഖിലിന്റെ സുഹൃത്ത് പ്രേം താലി കെട്ടാനായി തുടങ്ങിയപ്പോൾ നീതു താൻ പ്രഗ്നന്റ് ആണെന്ന് ഉറക്ക വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ താലി വലിച്ചെറിഞ്ഞ് താൻ പ്രഗ്നന്റ് ആണ്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഹരീഷ് ആണെന്നൊക്കെ നീതു ഉറക്ക പറയുകയാണ്. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ പ്രേമും വിവാഹത്തിന് വന്ന എല്ലാവരും അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് ഹരീഷ് നീതുവിനെ ചതിച്ചെന്ന് പറഞ്ഞ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിച്ച് നീതു പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയുകയാണ് നീതുവിന്റെ അമ്മ. ഇത് കേട്ട് ഞെട്ടി ഹരീഷിനെ കുറ്റപ്പെടുത്തി കാരണം പുക ചടിക്കുകയാണ് സുഭാഷ്. തുടർന്ന് ടെൻഷനോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരീഷ് നീതുവിന്റെ ഫോണിലേക്ക് വിളിക്കാനായി ശ്രമിക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ടെൻഷൻ ആകാതെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സുഭാഷ് പറയുന്നു, ആ വീട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് സ്നേഹിച്ച് ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന മോള് കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവർക്ക് സഹിക്കുമോ? അവൻ അവളെ ഗർഭിണിയാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുക. ഇപ്പൊ അവര് ചിന്തിക്കുന്നത് ഹരീഷ് നീതുവിനെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് ഒളിച്ചോടിയതായിരിക്കുമെന്നല്ലേ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോടാ? ഇപ്പൊ അവര് പറഞ്ഞതുപോലെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പോയാൽ നാണക്കേടല്ലേ? രണ്ടു കുടുംബത്തിനും നാണക്കേടാ. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ അവര് ദേഷ്യത്തിൽ പറഞ്ഞതാ, അങ്ങനെയൊന്നും ചെയ്യില്ല. നീതുവിനെ നമുക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. അവര് തമ്മിൽ ഇഷ്ടത്തില്ല. അവരെന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. സുഭാഷേട്ടൻ അത് വിട്. സുഭാഷ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, അതല്ല സുഭാഷേട്ടാ, അവൻ ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. ഇത് വലിയ തെറ്റൊന്നുമല്ല. സുഭാഷേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് അവരുടെ കല്യാണം നടത്താം. ഇതുവരെ സുഭാഷേട്ടൻ ഹരീഷിനെ തല്ലിയിട്ടില്ല. ഇന്ന് സുഭാഷേട്ടൻ അവനെ തല്ലി. അവനും എന്തു പറയണമെന്നറിയാതെ ഷോക്കായി നിൽക്കുക. അവന്റെ അവസ്ഥ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? ഇത് കേട്ട് സുഭാഷ് ചോദിക്കണ, എന്തവസ്ഥയാടാ? നീ അവനെ ന്യായീകരിക്കരുതേ. അപ്പൊ സുധീഷ് പറയണ, അതല്ല സുഭാഷേട്ടാ, അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇത് അവർക്കിടയിലുള്ള കാര്യങ്ങളല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? നടന്നു. സുഭാഷേട്ടൻ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് ചെന്നാൽ ഉടനെ അവരുടെ കല്യാണം നടത്താം. തുടർന്ന് ചുറ്റും നോക്കി റൂമിലേക്ക് വന്ന നീതു വാതിലടച്ച് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് നീതു ചോദിക്കാണ്, ഹലോ ഹരീഷ്, സുഖാണോ? ടെൻഷനോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ചേട്ടൻ എന്നെ വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? അപ്പൊ നീതു പറയണ, അതെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായി. അതെല്ലാം വിട്, നിനക്ക് സുഖാണോ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, എന്താടി നീ ഇങ്ങനെ കാഷ്വലായി സംസാരിക്കുന്നത്? നിന്റെ ചേട്ടൻ ഫോൺ ചെയ്ത് എന്തൊക്കെയോ പറയുന്നു. എന്താ പറഞ്ഞതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. എങ്ങനാ? ചിരിച്ചുകൊണ്ട് നീതു പറയുകയാണ്, എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക, ഞാൻ പ്രഗ്നന്റാ. ഹരീഷ് ചോദിക്കണ, അതുകൊണ്ടാ ചോദിച്ചേ, എങ്ങനെ പ്രഗ്നന്റ് ആകും? നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. പിന്നെ നീ എങ്ങനെ പ്രഗ്നന്റ് ആകുക? നിന്റെ ചേട്ടൻ ഫോൺ ചെയ്ത് നീ പ്രഗ്നന്റ് ആണ്, അതിന് കാരണക്കാരൻ ഞാനാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുന്നു. നോക്ക്, നീ ശരിക്കും പ്രഗ്നന്റ് ആണോ? പുഞ്ചിരിച്ച് നീതു പറയുന്നു, അതെ ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് മനസ്സിലാകുന്നില്ല നീതു, നീ എങ്ങനെ പ്രഗ്നന്റ് ആകും? അത് പറ. ചിരിച്ചുകൊണ്ട് നീതു പറയണ, ഹരീഷ് നീ എന്തിനെങ്ങനെ ടെൻഷൻ ആകുന്നത്? നീ അച്ഛനാകാൻ പോവുക. അപ്പൊ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ടെൻഷനോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, നീ എന്താടി പറയുന്നത്? ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇത് കേട്ട് നീതു ചോദിക്കാണ്, എന്റെ നീ അച്ഛനാകാൻ പോകുന്നതോർത്ത് നിനക്ക് സന്തോഷമാകില്ലേ? അപ്പൊ നീതു പറയാണ്, നിന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടേ നമ്മുടെ കല്യാണം നടക്കുന്നല്ലേ പറഞ്ഞത്, പ്രഗ്നന്റ് ആകാനും പാടില്ലേ? ഇത് കേട്ട് ഹരീഷ് പറയണേ, നീതു എന്നെ ടെൻഷൻ ആക്കരുത്. നീ എങ്ങനെ പ്രഗ്നന്റ് ആകും? നീ എന്താ വീണ്ടും അത് തന്നെ ചോദിക്കുന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നീതു നീ പ്രഗ്നന്റ് ആകാൻ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ നീ പ്രഗ്നന്റ് ആകും? അതും കൂടി പറ. നീതു ചോദിക്കുന്നു, അപ്പൊ നീ എന്നെ സംശയിക്കുകയാണോ ഹരീഷ്? നമ്മൾ ഉടനെ കല്യാണം കഴിക്കുമെന്ന് നീ എന്നെ വിശ്വസിപ്പിച്ചില്ലേ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ? ഇത് കേട്ട് ഹരീഷ് പറയണ, നീതു ഞാൻ എന്താ പറയുന്നത്? നീ എന്താ കേൾക്കുന്നത്? അപ്പൊ നീതു പറയണ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഹരീഷ്, നീ എന്നെ സംശയിക്കുന്നുണ്ട്. നീ എന്നെ ചതിക്കുകയാണെന്ന് എന്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞതാ. അപ്പൊ പോലും എന്റെ ഹരീഷ് അങ്ങനെയൊന്നും അല്ല, എന്നെ കല്യാണം കഴിക്കും, എന്റെ കുഞ്ഞിന്റെ നല്ല അച്ഛനായിരിക്കും ഹരീഷ് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ഹരീഷിന് എങ്ങനെ തോന്നി എന്നെ സംശയിക്കാൻ? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ നിന്നെ സംശയിക്കുകയല്ല, പക്ഷെ എങ്ങനെ ഇതൊക്കെ? അപ്പൊ നീതു പറയണ, എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ലേ? ഇപ്പൊ പ്രഗ്നന്റാ. അപ്പൊ ഈ കുഞ്ഞിന്റെ അച്ഛൻ നീ അല്ലേ? കഷ്ടോ ഹരീഷ്, നിന്റെ ധൈര്യത്തിലാ ഞാൻ ഇവരോടെല്ലാം വഴക്കുണ്ടാക്കുന്നത്. നീ എന്നെ ഇങ്ങനെ സംശയിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് വിഷമിക്കുമെന്നറിയോ? ഞാൻ വെക്കോ ഹരീഷ്? ഹരീഷ് നീതു എന്ന് വിളിക്കുമ്പോൾ നീതു പറയണ, എനിക്ക് നല്ല വിഷമമുണ്ട് ഹരീഷ്, ദേഷ്യമുണ്ട്. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടാ ഫോൺ കട്ട് ചെയ്യുന്നേ. ബൈ എന്ന് പറഞ്ഞ് നീതു ഫോൺ കട്ട് ചെയ്യുകയാണ്. ഹരീഷ് ടെൻഷനോടുകൂടി ചുറ്റും നോക്കുന്നു. നീതു പൊട്ടിച്ചിരിക്കുകയാണ്. ഹരീഷ് മനസ്സിൽ പറയുകയാണ്, ഇതിനൊരു സാധ്യതയില്ലല്ലോ, കൈ പിടിച്ച് സംസാരിക്കാറ് പോലും ഇല്ല, ഇപ്പൊ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ അരികിലേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ഇരിക്കുന്ന സുഭാഷിന് വെള്ളം എടുത്തു കൊടുക്കുകയാണ് നികേഷ്. ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് സുധീഷ് തോളിൽ കൈവയ്ക്കുമ്പോൾ ഹരീഷ് ഞെട്ടി സുധീഷിനെ നോക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയണം, നീ ആള് കൊള്ളാലോ. അങ്ങനെയൊന്നും ഇല്ല സുധീഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണം, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഞാനൊരു കാര്യം പറയാം, സുധീഷ് ഏട്ടൻ ചിരിക്കരുത്. അപ്പൊ സുധീഷ് പറയണം, പറ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് സുധീഷിനെ കുറച്ചങ്ങോട്ടേക്ക് മാറ്റിയിരുത്തുകയാണ് ഹരീഷ്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന്
സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് നീതു പ്രഗ്നന്റ് അല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട് സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ചിരിക്കാതെ, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ പറഞ്ഞത് സത്യമോ? സുധീഷ് ചോദിക്കുന്നു പിന്നെങ്ങനെ നീതു പ്രഗ്നന്റ് ആയത്? നീ എന്നോട് കള്ളം പറയണ്ട. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പേ നീ എന്നെ വല്യച്ഛനാക്കിയല്ലോടാ. സാരമില്ല, അതും ഒരു വിധത്തിൽ സന്തോഷാ. പോയി റെഡിയാക, നമുക്ക് നാട്ടിലേക്ക് പോകാം. അപ്പൊ ഹരീഷ് പറയുകയാണ് സുധീഷിട്ട് സത്യമായിട്ടും അങ്ങനെയൊന്നുമില്ല, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. തുടർന്ന് ഫ്രണ്ട്സിന്റെ ഒപ്പം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. ഒരാൾ ചോദിക്കുന്നു ഭാസ്കര, തിരുവനന്തപുരത്ത് സ്വന്തമായിട്ട് വീടുണ്ട്? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ് സ്വന്തം വീടോ? വലിയൊരു ബംഗ്ലാവ് തന്നെയുണ്ട്, ചുറ്റും പറമ്പുകളും. 3 ലോറി ഉണ്ടായിരുന്നു, നാഷണൽ പെർമിറ്റ് ഉള്ള. ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി വരും. എനിക്ക് 5 ലാംഗ്വേജസ് അറിയാം. നിങ്ങൾക്കൊക്കെ എത്ര ലാംഗ്വേജ് അറിയാം? ഒരാൾ പറയുകയാണ് ഞങ്ങള് ഭാസ്കരനെ പോലെയാണോ? എനിക്ക് തമിഴ് അല്ലാതെ വേറൊരു ലാംഗ്വേജും അറിയില്ല. 1-2 വാക്ക് ഇംഗ്ലീഷ് അറിയാം, അതും കുട്ടികൾ പഠിക്കുമ്പോൾ പറഞ്ഞു തന്നതാ. ഭാസ്കരൻ പറയുകയാണ് എനിക്ക് 5 ലാംഗ്വേജുകൾ അറിയാം, ഇംഗ്ലീഷും നന്നായി അറിയാം. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഭാസ്കരന്റെ ഭാര്യ സഹോദരൻ. അവിടെ നിൽക്കുന്ന ഒരാളോട് അയാൾ ചോദിക്കുന്നു എവിടെ അവൻ? അപ്പോൾ അയാൾ പറയുകയാണ് അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഭാസ്കരന്റെ ഭാര്യ സഹോദരൻ ചോദിക്കുന്നു എന്ത് ധൈര്യത്തിലാ അവൻ ഈ നാട്ടിലേക്ക് വന്നത്? അപ്പോൾ അയാൾ പറയുകയാണ് കുടുംബക്ഷേത്രത്തിലേക്ക് വന്നതാ. ക്ഷേത്രത്തിൽ വന്നവരെ നമ്മൾ എന്ത് പറയാനാ? ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അധികം താമസിക്കാതെ ഈ നാട്ടിൽ നിന്നും പോകും തോന്നുന്നു. അപ്പോൾ ഭാസ്കരന്റെ അളിയൻ പറയുകയാണ് വിവരം ഉണ്ടോടാ തനിക്ക്? അവൻ എന്റെ പെങ്ങളെ കൊന്നവനാ. ഈ നാട്ടിൽ കാലുകുത്തിയാൽ അവനെ വെട്ടിക്കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞതാ. ഈ നാട്ടിൽ വന്ന 2 ദിവസം താമസിച്ച് കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിരിക്കുന്നു. പിന്നെ എന്റെ വാക്കിന് എന്ത് വിലയുള്ളത്? അപ്പോൾ അയാൾ പറയുകയാണ് നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇന്ന് രാവിലെയല്ലേ വന്നത്? നിങ്ങളില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് കേട്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്ന ഭാസ്കരന്റെ അളിയൻ ഭാസ്കരനെ കാണാതെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കുന്നു എവിടെ അവൻ? അവൻ എവിടെ താമസിക്കുന്നേ? കൂടെയുള്ള ആൾ പറയുന്നു ഒരു പ്രശ്നത്തിന് പോകണ്ട, അവർ ഇന്ന് തന്നെ ഈ നാട്ടിൽ നിന്നും പോകും. ഇത് കേട്ട് ഭാസ്കരന്റെ ഭാര്യ സഹോദരൻ പറയുന്നു അവൻ എവിടെ താമസിക്കുന്നേ? അവനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ അയാൾ ബൈക്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഹരീഷ് ഓർക്കുകയാണ് സുഭാഷ് തന്നെ തല്ലിയത്. ഈ സമയം ബാഗും എടുത്ത് അവിടേക്ക് വരുന്ന സുഭാഷ് വിഷമത്തോടുകൂടി ഇരിക്കുന്ന ഹരീഷിനെ ശ്രദ്ധിക്കുന്നു. അരികിലേക്ക് വന്ന സുഭാഷ് ഹരീഷ് എന്ന് വിളിക്കുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഹരീഷ്. ഹരീഷിന്റെ കവിളിൽ തലോടിക്കൊണ്ട് സുഭാഷ് ചോദിക്കുന്നു വല്ലാതെ വേദനിക്കുന്നുണ്ടോടാ? വേദനയൊന്നുമില്ല സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ ഇപ്പൊ പോലും നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ നല്ല ഉത്തരവാദിത്വം ഉള്ളവനാ, സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാ, പക്വതയോടുകൂടി പെരുമാറുമെന്നൊക്കെയാ ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ ഇങ്ങനെ ചെയ്തത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ദേ നോക്ക്, ഇനിയും നീതുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, കുറച്ചു നാൾ കൂടി കഴിയട്ടെ എന്നൊന്നും പറയരുത്. നാട്ടിലേക്ക് ചെന്നാലുടനെ നിങ്ങളുടെ 2 പേരുടെയും കല്യാണമാവും. നീതുവിന്റെ വീട്ടുകാരെല്ലാം നല്ല ദേഷ്യത്തിലാ. അവരോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് മനസ്സിലാക്കി ഈ കല്യാണം ഉടനെ നടത്തണം. ഹരീഷെ നടന്നു കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീതുവിന്റെ വീട്ടുകാര് നല്ല ദേഷ്യത്തിൽ സംസാരിക്കും, അപ്പൊ നീ ക്ഷമയോടെ നിൽക്കണം. നീ നീതുവിനോട് സംസാരിച്ച് സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് ആ കുട്ടിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ, എന്താണെങ്കിലും നമുക്ക് നോക്കാം. നീ പോയി ബാഗൊക്കെ എടുത്ത് റെഡിയാക്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. എന്താണ് ഹരീഷെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഹരീഷ് പറയണ ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ പോയി ബാഗ് എടുത്തോണ്ട് വരാം. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ്. തുടർന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്ന ഭാസ്കരൻ മുഖമൊക്കെ കഴുകി തിരുവനന്തപുരത്തേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. ഈ സമയം ഭാസ്കരന്റെ ഭാര്യ സഹോദരനും 3-4 ആൾക്കാരും അവിടേക്ക് വരികയാണ്. ദേഷ്യത്തോടുകൂടി ഭാസ്കരന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച അയാൾ ചോദിക്കുന്നു എടാ ഭാസ്കര, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഈ നാട്ടിലേക്ക് വീണ്ടും വന്നത്? ആരുടെ ദേഹത്താടാ കൈവയ്ക്കുന്നതെന്ന് ചോദിച്ച് ഭാസ്കരൻ അയാളെ തള്ളി മാറ്റുകയാണ്. ഭാസ്കരനും ഭാര്യ സഹോദരനും കൂടി അടിയുണ്ടാക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന നികേഷ് ഇത് കണ്ട് ഞെട്ടി അകത്തേക്ക് ഓടി പോവുകയാണ്. സുഭാഷ് ഏട്ടാ ഒന്ന് ഓടിവാ, പുറത്തേക്കൊന്ന് നോക്കിയേ എന്താണെന്ന് ചോദിച്ച അവിടെ ഓടി വന്ന സുധീഷും സുഭാഷും ഇത് കണ്ട് ഭാസ്കരന്റെ അരികിലേക്ക് ഓടി വരികയാണ്. മാറി നിൽക്കണോ എന്ന് പറഞ്ഞ് സുധീഷ് ഓടി വന്ന് അയാളെ തള്ളി മാറ്റുകയാണ്. അയാൾ പറയുന്നു കൊന്നുകളയും നിന്നെ ഞാൻ. അപ്പൊ സുഭാഷ് ചോദിക്കണ അമ്മാവ എന്താ ഇതൊക്കെ? നിധിയും ചാന്ദിനിയും എല്ലാം അവിടെ ഓടി വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു അമ്മാവ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഇങ്ങനെ വഴക്കുണ്ടാക്കണോ? ഇത് കേട്ട് അയാൾ ചോദിക്കുന്നു ആരാടാ നിന്റെ അമ്മാവൻ? സുധീഷും നികേഷും മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധിയും സംശയത്തോടു കൂടി നിൽക്കുന്നു. അമ്മാവൻ പറയുന്നു നിന്റെ അച്ഛൻ എന്റെ സഹോദരിയെ കൊന്നവനാ, നിങ്ങളും ഞങ്ങളുമായി ഒരു ബന്ധവും ഇല്ല. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് അതെ, നിന്റെ പെങ്ങളെ ഞാൻ കൊല്ലുന്നത് നീ കണ്ടായിരുന്നോ? ഒന്ന് പോടാ. ഇത് കേട്ട് അമ്മാവൻ പറയുകയാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് നീയാ എന്റെ പെങ്ങളെ കൊന്നതെന്ന്. ഇപ്പൊ കുടുംബത്തോടെ എന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു, നിന്നെ വെറുതെ വിടില്ലടാ. അങ്ങനെ അമ്മാവൻ ഭാസ്കരനെ വീണ്ടും തല്ലാനായി വരുമ്പോൾ അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷും സുധീഷും. കുറച്ചപ്പുറത്തായി വന്ന സുനന്ദ ഇത് കണ്ട് അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അരികിലേക്ക് വന്ന ലളിത ചോദിക്കുന്നു എന്തിനാടി ഇങ്ങനെ ഇവിടുന്ന് ബഹളം വെക്കുന്നേ? അപ്പൊ സുനന്ദ പറയുകയാണ് അമ്മ അങ്ങോട്ട് നോക്ക്, എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ലളിത പറയുന്നു ഇവര് കുടുംബമായിട്ട് വന്ന ഇവിടെ താമസിച്ചപ്പോഴേ വിചാരിച്ചതാ, വാ നമുക്ക് പോയി നോക്കാം. അങ്ങനെ സുനന്ദയും കൂട്ടിക്കൊണ്ട് ലളിതയെ അവിടേക്ക് വരികയാണ്. അവിടെയുള്ള ആളുകളെല്ലാവരും ചുറ്റും കൂടുന്നു. ദേഷ്യത്തോടുകൂടി അമ്മാവനെ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, വീട്ടിൽ കയറി വന്ന് ഒരാളുടെ ദേഹത്ത് കൈ വെക്കുന്നു, ഞാൻ കൈ വെക്കുമെന്ന് പറഞ്ഞ് അമ്മാവൻ വീണ്ടും
ഭാസ്കരനെ തല്ലാനായി വരികയാണ്. ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് സുഭാഷും സുധീഷും കൂടി അവരെ പിടിച്ചു മാറ്റുന്നു. ലളിത സുനന്ദയോട് പറയുന്നു, ഇയാള് ഭാസ്കറിന്റെ അളിയനാ, സുഭാഷിന്റെ അമ്മാവനെ തള്ളി മാറ്റിക്കൊണ്ട് സുധീഷ് പറയണം, പറയുന്ന കേക്ക്. വീണ്ടും വീണ്ടും പോയി വഴക്കുണ്ടാക്കുന്നു. സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടി അമ്മാവൻ പറയുന്നു, ദേ നോക്ക്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അവനെന്റെ പെങ്ങളെ കൊന്നവനാ. ഈ നാട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടും അവൻ വീണ്ടും വന്നിരിക്കുക. അവനെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ അമ്മാവൻ ഭാസ്കരനെ പിടിച്ചു തള്ളുമ്പോൾ ഭാസ്കരൻ താഴേക്ക് വീഴുകയാണ്. അയ്യോ അച്ഛാന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് ഓടിച്ചെന്ന് ഭാസ്കരനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എടോന്ന് വിളിച്ച് ദേഷ്യത്തോടുകൂടി സുധീഷ് അമ്മാവന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുമ്പോൾ സുധീഷിന്റെ കാരണമ്പൊക്കെ ചടിച്ചുകൊണ്ട് അമ്മാവൻ ചോദിക്കുന്നു, എന്റെ ദേഹത്ത് കൈവെക്കുന്നോടാ നീ? സുധീഷ് ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷിനെ തല്ലി ചതയ്ക്കുകയാണ് അമ്മാവൻ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ഭാസ്കരനോർക്ക് പറയുന്നു, എന്റെ മോന്റെ ദേഹത്ത് കൈവെക്കരുതടാ. അമ്മാവനായതുകൊണ്ട് തിരിച്ചടിക്കാതെ തല്ലുകൊള്ളുകയാണ് സുധീഷ്. അച്ഛ വഴക്കിന് പോകരുതെന്ന് പറഞ്ഞ് സുഭാഷ് ഭാസ്കരനെ തടയുകയാണ്. സുധീഷ് ഏട്ടാന്ന് വിളിച്ച് നികേഷ് സുധീഷിന്റെ അരികിലേക്ക് ഓടിപ്പോകാനായി തുടങ്ങുമ്പോൾ നികേഷ് വേണ്ടാന്ന് പറഞ്ഞ് തടയുകയാണ് നിധി. ഈ സമയം അവിടെ കൂടി വന്ന ഹരീഷ് ആരുടെ ദേഹത്താടോ കൈവെക്കുന്നതെന്ന് ചോദിച്ച് അമ്മാവനെ പിടിച്ചു മാറ്റി പിടിച്ചു തള്ളുകയാണ്. എടാ ഹരീഷ് വേണ്ടാന്ന് സുധീഷ് പറയുമ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഹരീഷിനെയും പിടിച്ചു തള്ളുകയാണ് അമ്മാവൻ. അവന്റെ ദേഹത്ത് കൈവെക്കരുതെന്ന് പറഞ്ഞ് സുധീഷ് മുന്നോട്ട് വരുന്നു. ദേഷ്യത്തോടു കൂടി അവരുടെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ നിന്റെ പ്രശ്നം? വഴക്ക് നമ്മൾ തമ്മിലല്ലേ? എന്റെ മക്കളുടെ ദേഹത്ത് കൈവച്ചാൽ കൊന്നുകളയും ഞാൻ. അപ്പോൾ അമ്മാവൻ പറയണം, നിന്റെ മക്കളോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, അപ്പൊ അടി വീഴും. അപ്പൊ ഭാസ്കരൻ പറയണം, നിന്റെ ദേഹത്തും കൈവയ്ക്കും. അവിടേക്ക് വന്ന ലളിത പറയുന്നു, ചേട്ടാ വഴക്ക് വേണ്ട. അപ്പോൾ അമ്മാവൻ പറയണം, വാ ലളിത, നീ ഉണ്ടോ ഇവർക്ക് വക്കാലത്ത് പറയാൻ? ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്നൊക്കെ പറയല്ലോ. ഇപ്പൊ ഒരുമിച്ചാണല്ലോ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ലളിത പറയണം, ഞങ്ങൾ ഒരുമിച്ചൊന്നും വന്നതല്ല ചേട്ടാ, ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലേക്ക് വന്ന സമയം നോക്കി ഇവരും വന്നു. ഇതെന്റെ മകൾ സുനന്ദയാ. കല്യാണം കഴിഞ്ഞ് സുനന്ദയും ഭർത്താവും ആദ്യമായിട്ടാ കുടുംബക്ഷേത്രത്തിലേക്ക് വരുന്നത്. മരുമകൻ ഉടനെ വരും. ഇപ്പൊ വഴക്ക് വേണ്ട. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ ഇത് സുഭാഷേട്ടന്റെ അമ്മാവനാണോ? അപ്പൊ സുഭാഷ് പറയണ, അതെ മോളെ, ഇതെന്റെ അമ്മയുടെ ആങ്ങളെയാ. അപ്പോൾ അമ്മാവൻ പറയണ, എടാ ഇയാള് നിന്റെ അമ്മയെ കൊന്നവനാ. ഇയാളെ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസിപ്പിക്കുന്നത്? ഇതാണോ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുത്ത ബഹുമാനം? ഇത് കേട്ട് സുധീഷ് പറയുന്നു, ദേ നോക്ക്, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ഒരു കഥ അറിയില്ല. അച്ഛനെ അമ്മയെ കൊന്നെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നു. പക്ഷേ ആരും അത് കണ്ടിട്ടില്ല. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ പോയപ്പോൾ ആരും ഇല്ലാതെ ഞങ്ങൾ അനാഥരായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പിന്നെ എവിടെയാ പോകേണ്ടത്? ഞങ്ങളെ നോക്കാൻ ഒരമ്മാവനും വന്നില്ല. അപ്പോഴമ്മാവൻ പറയണ, ആര് പറഞ്ഞു വന്നില്ലെന്ന്? നിങ്ങളെ 3 പേരെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ സമ്മതിച്ചില്ല. നാട്ടുകാരെ കൂട്ടി ഇവന്റെ കൂടെയാണോ താമസിക്കുന്നത് അതോ എന്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചപ്പോൾ ഇവന്റെ കൂടെ താമസിക്കുന്ന നിങ്ങളാ പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, അതുകൊണ്ട് അവിടെ വെച്ച് ബന്ധം അവസാനിപ്പിച്ചു പോയോ? അപ്പൊ ഭാസ്കരൻ പറയണ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നിനക്ക് എന്താടാ ഇപ്പൊ വേണ്ടത്? നിന്റെ പെങ്ങളെ ആരാ കൊന്നെന്നറിയണം. ഞാൻ തന്നെയാ കൊന്നത്. നീ എന്നെ എന്ത് ചെയ്യും? ഞാൻ വരും ഈ നാട്ടിലേക്ക്. ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈ നാട്ടിലേക്ക് വരും. നീ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോ. ഇത് കേട്ട് അമ്മാവൻ പറയുന്നു, മിണ്ടരുത്. കുടുംബമായിട്ട് വന്നതുകൊണ്ട് ഞാനും കുറച്ച് ക്ഷമിച്ചു തന്നതാ. നീ തനിച്ചായിരുന്നു വന്നതെങ്കിൽ നീ ജീവനോടെ തിരിച്ചു പോകില്ലായിരുന്നു. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, ഒന്ന് പോടാ. കൊല്ലാനാണ് വരുന്നതെങ്കിൽ നിന്നെ പോലെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കില്ല. നീ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിന്നെ കൊന്നുകളയും. അത് വേണോ? ജയിൽ എനിക്ക് പുതിയതൊന്നുമല്ല. നേരത്തെ തന്നെ കൊല ചെയ്ത് ജയിലിൽ പോയിട്ട് വന്നവനാണ് ഞാൻ. ഇനിയും പോകാൻ മടിയൊന്നുമില്ല. പോടാ. ഇത് കേട്ട് നികേഷ് പറയണ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ? നികേഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരാൾ ചോദിക്കണ, ആരാ ഈ പയ്യൻ? ഇവര് 3 പേരും അല്ലേ ഭാസ്കരന്റെ മക്കൾ? അപ്പോൾ അമ്മാവൻ പറയണ, എടാ ഇവൻ എന്റെ പെങ്ങളെ കൊന്നിട്ട് രണ്ടാമതൊരുത്തിയെ കൂട്ടിക്കൊണ്ടു വന്നു. അവളെയും കൊന്നു. അവളുടെ മകനാ ഇവൻ. ഇത് കേട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നികേഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ വിഷമത്തോടുകൂടി നികേഷിന്ന് വിളിച്ച് അരികിലേക്ക് വരികയാണ് നിധി. അമ്മാവൻ ചോദിക്കുന്നു, എടാ ഇവര് മാത്രമേ ഉള്ളൂ നിന്റെ മക്കളായിട്ട് അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇനി മക്കൾ? ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുന്നു, ദേ നോക്ക്, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനാ വന്നത്. പ്രാർത്ഥിച്ചു ഞങ്ങൾ മടങ്ങി പോവാം. ഇനി പഴയതൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെയുള്ള ഒരാൾ പറയുകയാണ്, എടോ താൻ വെറുതെ വഴക്കിന് പോകണ്ട. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ. നിങ്ങൾ വഴക്കുണ്ടാക്കിയാൽ നിങ്ങളുടെ പെങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ? ഭാസ്കരനെ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് സമാധാനം കിട്ടുമോ? അവര് കുടുംബമായി വന്ന് കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. നീ ഇപ്പൊ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്? അപ്പൊ നിധി പറയുകയാണ്, നടന്നതൊന്നും മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ. ഇപ്പോഴും നിങ്ങളുടെ ദേഷ്യം മാറിയില്ലേ? ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഉള്ള ബന്ധം കൂടി ഇല്ലാതാക്കണ്ട. സുഭാഷ് അമ്മാവാന്ന് വിളിച്ച അരികിലേക്ക് വരുമ്പോൾ വിരൽ ചൂണ്ടി അമ്മാവൻ പറയുന്നു, അടുത്തു വരരുത്. നിങ്ങളുമായുള്ള ബന്ധം പുതുക്കാനല്ല ഞാൻ വന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നടന്നതൊന്നും മറക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അവസാനമായി നിങ്ങളോട് പറയുക, ഇപ്പൊ തന്നെ എല്ലാവരും ഈ നാട്ടിൽ നിന്നും പോണം. അതാ നിങ്ങൾക്ക് നല്ലത്, എനിക്ക് നല്ലത്. ഇനി ഇയാളെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. വാടെ പോകാന്ന് പറഞ്ഞ അമ്മാവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഭാസ്കരൻ പറയുന്നു, പോടാ. അമ്മാവൻ പറയുന്നു, ഇരുട്ടാകുന്നതിന് മുമ്പ് ഇവിടുന്ന് എല്ലാവരും പൊയ്ക്കോണം, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, പോകില്ലടാ, ഒരാഴ്ച ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഇങ്ങോട്ട് വാ അച്ഛാന്ന് പറഞ്ഞ് സുഭാഷ് ഭാസ്കരനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ്. സുഭാഷ് പറയുന്നു, എല്ലാവരും അകത്തേക്ക് വാ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോണം. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ അയാൾ പറഞ്ഞാൽ ഉടനെ നമ്മൾ പോണോ? അപ്പൊ സുഭാഷ് പറയണ, സുധീഷെ നമ്മൾ ആരെയും ഭയം നല്ല പോകുന്നത്. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുടുംബക്ഷേത്രത്തിൽ
പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്താനല്ലേ? അതെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ പോകാൻ തീരുമാനിച്ചതല്ലേ? നമുക്ക് പോകാം. നികേഷ് ചോദിക്കുന്നു. അപ്പൊ സുഭാഷ് ഏട്ടാ, ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, എന്തിന് നമ്മൾ വരാതിരിക്കണം? ഇവിടാണ് നമ്മുടെ കുടുംബക്ഷേത്രം. നമ്മൾ വീണ്ടും വരും. നമ്മുടെ വീട്ടിൽ എന്ത് നല്ലത് നടന്നാലും നമ്മൾ ഒരുമിച്ച് കുടുംബക്ഷേത്രത്തിലേക്ക് വന്ന് നന്ദി പറയും. ഇവിടെ താമസിക്കുകയും ചെയ്യും. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, അങ്ങനെ പറയടാ, നമ്മൾ വരുവടാ. എല്ലാ മാസവും വരും ഈ നാട്ടിലേക്ക്. ഇവനെ പിടിച്ച് നമ്മൾ എന്തിനു വരാതിരിക്കണം? അപ്പൊ സുഭാഷ് പറയണ, ശരിയച്ചാ, ഇപ്പൊ നമ്മൾ വന്ന കാര്യം കഴിഞ്ഞില്ലേ, നമുക്ക് പോകാം. നോക്ക്, നടന്ന കാര്യങ്ങൾ ആരും മനസ്സിൽ വെച്ചേക്കണ്ട. ഇതിനെപ്പറ്റി ആരും ഇനിയും സംസാരിക്കുകയും വേണ്ട. വാ, എല്ലാം എടുത്തു വെക്ക്. ഹരീഷ്, നികേഷ് അകത്തേക്ക് പോകും. ഇത് കേട്ട് ഹരീഷും നികേഷും അകത്തേക്ക് പോകുമ്പോൾ അച്ഛ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഭാസ്കരനെയും കൂട്ടിക്കൊണ്ട് സുഭാഷും പിന്നാലെ പോവുകയാണ്. കൈയുടെ വേദന സഹിക്കാനാകാതെ നിൽക്കുകയാണ് സുധീഷ്. ആരും സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം സുധീഷിന്റെ അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, സുധീഷ് ഇങ്ങോട്ട് വാ. എന്താ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, വാ ഇരിക്ക്. ഒരുപാട് വേദനിക്കുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയണ, ഒന്നുമില്ല നിധി, ചെറിയൊരു വേദനയുണ്ട്. കാണിക്കുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയണ, കുഴപ്പമില്ല നിധി. അപ്പൊ നിധി പറയണ, കാണിക്കാനല്ലേ പറഞ്ഞത്, ഷർട്ടിന്റെ ബട്ടൺ അടിക്ക്. സുധീഷ് മടിച്ചിരിക്കുമ്പോൾ നിധി ബട്ടൺ അഴിക്കാനായി വരികയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, വേണ്ട, ഞാൻ തന്നെ കാണിക്കാം. അങ്ങനെ സുധീഷ് ഷർട്ട് അടിക്കുമ്പോൾ തോളിന്റെ ചതവ് കണ്ട് നിധി പറയുന്നു, നല്ല വേദന ഉണ്ടാകുമല്ലോ. ഇവരൊക്കെ കാട്ടുമൃഗങ്ങളാണോ? സ്വന്തം സഹോദരിയുടെ മക്കളെ തല്ലി ചതയ്ക്കുന്ന അമ്മാവനെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ നിധി അകത്തേക്ക് ഓടി പോവുകയാണ്. സുധീഷ് വേദന സഹിക്കാനാകാതെ ഇരിക്കുമ്പോൾ മരുന്നുമായി അവിടെ കൂടി വന്ന നിധി സുധീഷിന്റെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഞാൻ പുരട്ടിക്കോളാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, വേണ്ട, ഞാൻ പുരട്ടി തരാം. അങ്ങനെ നിധി സുധീഷിന് മരുന്ന് പുരട്ടി കൊടുക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. സുധീഷിന്റെ ദേഹത്തെ മുറിവും ചതവും കണ്ട് നിധി വിഷമത്തോടുകൂടി സംസാരിക്കുമ്പോൾ സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് രാത്രി കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് എല്ലാവരും. വണ്ടിയിൽ നിന്നിറങ്ങിയ ഹരീഷ് ടെൻഷനോടുകൂടി ആലോചിച്ച് കേൾക്കുമ്പോൾ ബാഗ് ഒക്കെ എടുത്തു വെക്കുകയാണ് സുധീഷും സുഭാഷും. നിധിയും നികേഷും അവരെ സഹായിക്കുന്നു. ഭാസ്കരൻ തന്റെ ബാഗും എടുത്ത് പുറത്തെ ബെഡിലേക്ക് പോയി ഇരിക്കുകയാണ്. സുഭാഷ് വാതിൽ തുറക്കാനായി വരുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, പെട്ടെന്ന് തുറക്ക്. പെട്ടെന്ന് കൈകൂപ്പി ഉറക്കെ എന്റെ ഭഗവാനെ എന്ന് വിളിക്കുകയാണ് ഭാസ്കരൻ. എല്ലാവരും ഞെട്ടി ഭാസ്കരനെ നോക്കുന്നു. സുധീഷ് പറയുന്നു, പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഇയാളുടെ ഒരു കാര്യം. സുഭാഷ് വാതിൽ തുറക്കുമ്പോൾ എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് സുഭാഷ് പറയുകയാണ്, യാത്ര ചെയ്ത് കൈയും കാലും വേദന എടുക്കുന്നു, ഒന്ന് കിടന്നാ മതി. അപ്പൊ സുധീഷ് പറയുന്നു, നിങ്ങളൊക്കെ കുറച്ചു നേരമെങ്കിലും ഉറങ്ങിയില്ലേ? ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങാതെ ഡ്രൈവ് ചെയ്യുകയല്ലായിരുന്നോ? എന്നെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിച്ചില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയുകയാണ്, കണ്ണടച്ചിരുന്നതേ ഉള്ളടാ, ഉറങ്ങിയൊന്നുമില്ല. ഒരു മാസം നീ വണ്ടി ഓടിക്കാതിരുന്നിട്ട് ഇത്രയും ദൂരം ബുദ്ധിമുട്ടിയായിരിക്കും വണ്ടി ഓടിച്ചത്. നീ പോയി ഉറങ്ങും. ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ് ഹരീഷ്. ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, ഉറങ്ങാം സുഭാഷ് ഏട്ടാ. എല്ലാവരും ഹരീഷിനെ ശ്രദ്ധിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ പോയി നീതുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, അത് ശരിയാ, നീതുവിനെയും കുഞ്ഞിനെയും കാണാൻ തോന്നുന്നുണ്ടാകും. ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിൽ സംസാരിച്ച് ഇവരുടെ കല്യാണം നടത്തണം. ഇനിയിപ്പം ഇവരുടെ കല്യാണം നീട്ടിവെക്കാൻ പറ്റില്ല. അപ്പൊ ഹരീഷ് പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഞാനും വരാന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, അതൊന്നും വേണ്ട, ഞാൻ പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഹരീഷ് ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പൊ സുഭാഷ് പറയണ, ഇപ്പൊ പോണ്ട, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, എന്താണെങ്കിലും നാളെ നോക്കാം. അപ്പൊ സുധീഷ് പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, അർജന്റാ, ഞാൻ പോയിട്ട് വരാം, പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് സുധീഷും അവിടെ നിന്ന് പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ സുധീഷ് മനസ്സിൽ പറയുന്നു, എന്നോടാണോ വരണ്ടാന്ന് പറഞ്ഞത്, ഞാനും വരുവാടാ. അങ്ങനെ സുധീഷ് ഒരു ഓട്ടോയിൽ ഹരീഷിന്റെ പിന്നാലെ നീതുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്